യേശുവിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യർ ചെയ്യുന്ന ചില ക്രൂരവും ഹീനമായ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ നമ്മൾ അതിശയിച്ചു പോയിട്ടില്ലേ? എന്തുകൊണ്ട് അവർ ഇങ്ങനെ ചെയ്യുന്നു? ഇങ്ങനെ അധപതിക്കാൻ എങ്ങനെ സാധിക്കും എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം ഈശോ അവർക്ക് നൽകുന്ന ഉപദേശത്തിനിടയിൽ അവിടുന്ന് പറയുന്നുണ്ട്, നിങ്ങളെ സിനഗോഗിൽ നിന്ന് മനുഷ്യർ പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്നത് ഒരു നന്മയായിട്ട് അവർ കരുതും. അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിതാവായ ദൈവത്തെയോ യേശുവിനെയോ അറിയാത്തത് കൊണ്ടാണ്, മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന്. പ്രിയപ്പെട്ടവർ, നമ്മൾ യേശുവിനെയും പിതാവിനെയും ഒക്കെ അറിയുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് നമ്മൾ കരുതുന്നു. എങ്കിലും നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തെ അറിഞ്ഞിട്ടില്ല, പൂർണ്ണമായിട്ടും യേശുവിൻ്റെ വചനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രവൃത്തികൾ ക്രൂരമായി പോകുന്നു, ചിലപ്പോഴൊക്കെ നമ്മുടെ സംസാരം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ നന്മ നിറഞ്ഞതായി മാറാൻ, പിതാവായ ദൈവത്തെയും യേശുവിനെയും കൂടുതൽ അറിയാൻ, വചനം വായിച്ച് അവിടുത്തെ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. സ്നേഹനാഥനായ ഈശോയെ, അങ്ങയെക്കുറിച്ചുള്ള ഞങ്ങളുടെ അറിവ് കുറഞ്ഞു പോകുന്നത് കൊണ്ട് പലപ്പോഴും മോശമായ പ്രവൃത്തികൾ, സംസാരങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. കർത്താവെ, വചനം വായിച്ചും അങ്ങയുടെ അടുക്കലിരുന്ന് പ്രാർത്ഥിച്ചും അങ്ങയെ കൂടുതൽ അറിയാനും നന്മകൾ ചെയ്യുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.